പൈസ കണ്ടതും കാല് നക്കി. 20K ഫോളോവേഴ്സ് ഉള്ളവർക്ക് 40,000 രൂപ ഓഫർ വന്നുവെങ്കിൽ 5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ നിന്ന് കുത്താനായിട്ട് എത്ര വാങ്ങി നക്കിക്കാണും? കാവ്യാണ് എന്റെ ഇഷ്ടം ഇപ്പൊ പറയാൻ കാര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, അന്നത്തെ IT റെയ്ഡിന്റെ തുടർന്നുണ്ടാകുന്ന I love criticisms, that's what makes me grow. Do you read what people write below? Yeah, I'm somebody who likes all the comments. But does someone filter the bad ones or? Actually, there are no bad ones. Oh, Isn't that normal? കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒക്കെ ഡിലീറ്റ് ആക്കി ഇപ്പൊ കമന്റ് ബോക്സിൽ മൊത്തം നെഗറ്റീവ് കമന്റ്സാ, പോസിറ്റീവ് കമന്റ് ഒന്നും ഇല്ല എന്ന് തന്നെ വേണേ പറയാം. എടുത്തോണ്ട് ഓടുന്ന്, ബാരിക്കെയർ എടുത്തോണ്ട് ഓടുന്ന്, മരത്തിൽ കയറുന്ന്, പോണ വഴിക്ക് സബ്വേ സർഫേസ് കളിക്കുന്ന നോക്കി പറഞ്ഞു. ഹേയ് സാഫ്രോൺ ലവർ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൺ ആക്കുവോ? ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് ചെയ്തല്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാലും TV ഓൺ ആക്കിയാലൊക്കെ നീറ്റിന്റെ പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഒരു കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ അവിടെ നടക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ത്രൂ ഔട്ട് കാണുന്നുണ്ടല്ലേ. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ യുവതലമുറകളുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. അതിനിടയിലാണ് നമ്മുടെ പേളി ചേച്ചിയുടെ വീഡിയോസ് കാണാനിടയായത്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കയറി നോക്കി, പേളി ചേച്ചിയുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, ചുമ്മാ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ കുറച്ചങ്ങ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് എല്ലാ ന്യൂസ് ചാനലിലും പേളി ചേച്ചി, അതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ പേളി ചേച്ചിയാ. അങ്ങനെ ചുമ്മാ പേളി ചേച്ചിയുടെ പേജ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഞാൻ ഫോളോ ചെയ്യാത്തതിൽ എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല, സന്തോഷമുണ്ട്. ഞാൻ മുന്നേ എപ്പോഴേക്കോ ഞാൻ ആ പേജിൽ കയറിയപ്പോൾ കണ്ടിട്ടുണ്ട് 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആളാണ് പേളി ചേച്ചി. ഇപ്പം പേളി മാണിക്ക് ആകെ 5.4 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ. അതായത് ഏകദേശം ഒരു 3 ലക്ഷം പേരല്ലേ, 567 3 ലക്ഷം പേരെടുത്ത് അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ പേജിൽ കയറി നോക്കിയേ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റ് നിങ്ങളും വായിച്ചു കാണും. ആ പോസ്റ്റിലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദി കമന്റ് സെക്ഷൻ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്, റിഫ്ലക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടത് ഓണാക്കിയിടായിരുന്നില്ലേ? കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് അറിയായിരുന്നല്ലോ, ഓഫാക്കിയിട്ടേക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയിട്ട് ബാക്കിയുള്ള വേറെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, എവിടേക്കോ ട്രാവൽ വ്ളോഗ് അത് ഇത്, അതിന്റെ തൊട്ട് താഴെയുള്ള കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പം മുകളിലത്തെ പോസ്റ്റിൽ ഇടാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാവരും കൂടി ആ താഴത്തെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കമന്റ്സ് വായിക്കാവേ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. റിമെമ്പറിങ് ഇഫ് യു ആർ എ പേളിമാണി ഐ ആം ഫ്രീക്കിംഗ് രഞ്ജിനി ഹരിദാസ്, നമ്മുടെ ബിഗ് ബോസ്. പിന്നെ സാഫ്രോൺ ഈസ് മൈ ഫേവറേറ്റ് കളർ. അതെല്ലാം ഇതിനകത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് ചെയ്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് ഫേക്ക് ഡിപ്ലോമസി ആരോ ഒരാള്. പിന്നെ വേറൊരാള് പറയുന്നുണ്ട് ഇതിനകത്ത്, ചേച്ചിയാണോ മറ്റേ ബ്ലോക്കി മണി എന്നും ചോദിച്ചിട്ടുണ്ട്. കാരണം ആരൊക്കെയോ ആ കമന്റ് ബോക്സിന് താഴെ, അതായത് പുള്ളിക്കാരി ഇട്ട പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടപ്പോൾ അതെല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഡിലീറ്റ് ആക്കുന്ന കൂടെ തന്നെ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടായിരിക്കും ബ്ലോക്കി മണി എന്നുള്ളൊരു പേര് വീണത്. ഇതിനകത്ത് പലരും സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. ഹേയ് സാഫ്രോൺ ലവർ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഓൺ ആക്കുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൺ ആക്കിയിട്ട് എന്തിനാണോ ആവോ. രഞ്ജിനി ഹരിദാസ് വാസ് റൈറ്റ് ഓൾ ദി ടൈം എന്നൊരാൾ പറയുന്നുണ്ട്. എല്ലാവരും മെയിനായിട്ടും പറയുന്ന ഒരു കാര്യം ഒറ്റ ഒന്നാണ്, ലോസ്റ്റ് യുവർ സ്പൈൻ എന്ന് ചോദിക്കുന്നുണ്ട്. വേറൊരാൾ ചോദിക്കുവാണെ, ഹായ് പേളി, ബഹിരാകാശ യാത്രയുടെ വ്ളോഗൊന്നും കണ്ടില്ലല്ലോ എന്ന്. ഇപ്പൊ അവിടെ ആണല്ലോ. ഒത്തിരി പേര് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോ സിംഗക്കുട്ടിയല്ല സംഗിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട്. പിന്നെ കുറെ പേര് ജാൻമണിയാണ് ഏറ്റവും ബെറ്റർ, പേളിമാണിയല്ല എന്ന് പറയുന്നുണ്ട്. കമന്റ് സെക്ഷൻ എവിടെ പോയി ഫോർ ദ ലേറ്റസ്റ്റ് പോസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കമന്റ് സെക്ഷൻ ഓഫ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പേളിമാണിനെ കുറിച്ച് പറയുന്നത്, പേളിമാണിക്ക് ശരിക്കും പറഞ്ഞാൽ 2 നിലപാടാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. 2 നിലപാടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രൊട്ടസ്റ്റിന് എതിരായിട്ടൊന്നും സംസാരിക്കുന്നില്ല. സ്റ്റുഡൻസ് നിങ്ങൾ കുറച്ച് സേഫ് ആയിട്ട് നിൽക്കുക, എത്രയും പെട്ടെന്ന് പ്രൊട്ടസ്റ്റ് നിർത്തി വീട് പിടിക്കാൻ നോക്കുക എന്നാണ് മെയിൻ ആയിട്ട് അതിനകത്ത് പറയുന്നത്. അതായത് 2 ഭാഗം നിൽക്കുക, ഡബിൾ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അതിനെ തുടർന്നാണ് ത്രൂ ഔട്ട് പുള്ളിക്കാരി ഇപ്പം സൈബർ ബുള്ളിങ് നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇതിനകത്ത് വലിയൊരു വിമർശനം വന്നിട്ടുള്ള ഒരു കമന്റ് ഏതാന്ന് വെച്ചാൽ,
20K ഫോളോവേഴ്സ് ഉള്ളവർക്ക് 40,000 രൂപ ഓഫർ വന്നുവെങ്കിൽ 5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ നിന്ന് കുത്താനായിട്ട് എത്ര വാങ്ങി നക്കിക്കാണും എന്നൊരു കമന്റ് ഒരു പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒത്തിരി ന്യൂസ് അങ്ങനെ വരുന്നുണ്ട്. അതായത് ഒരു ന്യൂസ് ചാനല്, എനിക്ക് തോന്നുന്നു മീഡിയ വൺ ആണെന്ന് തോന്നുന്നു, ആ കമന്റ് വരാൻ കാരണം ഉണ്ടായത് മീൻസ് ഒരു മിനിറ്റ് അതൊന്നും നടക്കട്ടെ. സത്യമാണ്. ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെലിബ്രിറ്റികളെ കൊണ്ട് ഈ സമരത്തിന് എതിരായി സംസാരിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത്തരം ഇൻഫ്ലുവൻസർമാർക്ക് ഒരു കമ്പനി, ഒരു സോഷ്യൽ മീഡിയ കമ്പനി അയച്ച ഇമെയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു കണ്ടന്റിന് 30,000 രൂപ മറ്റാണ് ഒരു ഓഫർ ചെയ്യുന്നത്. ഒരു റീൽ ഇട്ടാൽ മതി, സമരത്തിനെതിരെ പറഞ്ഞാൽ, അങ്ങനെ പ്രത്യക്ഷത്തിനെതിരായിട്ട് പറയണ്ട, ഇപ്പോൾ പേളിമാണി പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. 30,000 രൂപ മുതൽ അങ്ങനെ ഓഫറുണ്ട്. ഒന്ന് ആലോചിച്ചോ, ഒരു റീലിന് 30,000 രൂപ ഒന്നും വലിയ ചിലവൊന്നുമില്ലല്ലോ. അതുപോലെ 10 ഇടാൻ തയ്യാറായിരിക്കും ഇവരൊക്കെ, ചില ആളുകളെങ്കിലും. അപ്പോൾ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇൻസ്റ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ആ പ്രചാരണം നടക്കുന്നത്. അങ്ങനെ ഒരു കമന്റ് വരാനുണ്ടായ സാഹചര്യം ഇതാണ്. ഈ ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ തന്നെ വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പറയുന്ന ഐ ടി റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത് പേളിമണി രാഷ്ട്രീയമായ കാര്യങ്ങൾ അഭിപ്രായം പറയാറില്ല. ഞാൻ പേളിമണി ഫോളോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവരും കാണുന്നുണ്ട്, അവരുടെ ഇന്റർവ്യൂ കാണാറുണ്ട്, ഞാൻ കാണാറില്ല. എനിക്കത് എന്റർടൈനിങ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അതിനു മുമ്പ് അവർ ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇന്ന് അവർ പറയുന്നത് എന്താണ്? കാവ്യാണ് എൻ്റെ ഇഷ്ടം നിറം. അതിപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? കാവ്യാണ് എൻ്റെ ഇഷ്ടം ഇപ്പോൾ പറയാൻ കാര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, അന്നത്തെ ഐ ടി റെയ്ഡിന്റെ വിചാരിക്കുന്നതായിരിക്കും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ. അപ്പൊ അത് തന്നെയാണ് കാര്യം. ഇതുകൊണ്ടാണ് പറയാൻ കാരണം. അതായത് ഇതിനു മുന്നേ ഒന്നും അവർ ഈ റെയ്ഡ് നടക്കുന്നതിന് മുമ്പൊന്നും പേളിമാൻ ഇതേപോലെ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. ഈ റെയ്ഡിന് ശേഷം ഇപ്പോൾ പൊളിറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതും അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴാണ് അത് ഭയങ്കര, അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 നിലപാടിൽ സംസാരിച്ചാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കാനുണ്ടായ കാരണം. ഇപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയ കാര്യത്തിൽ പോലും അവിടെയും കറക്റ്റായിട്ടൊരു നിലപാടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയ കാര്യത്തിലാണെങ്കിൽ പോലും അവിടെ ഒരു നിലപാടില്ല എന്നുള്ളതാണ് സത്യം. അതായത് പോസ്റ്റ് ഡിലീറ്റ് ആക്കാനാണെങ്കിൽ പിന്നെ ഇടേണ്ട കാര്യമില്ലല്ലോ. അവിടെയും നിലപാട് 2ആണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല എന്ന് എനിക്ക് തോന്നി. ഒരു നോർമൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ പ്രൊട്ടസ്റ്റിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പേയ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് ഇതേപോലെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫാൻ ബേസ് ഉള്ള ഒരാൾക്ക്, ഇത്രയും മില്യൺ കണക്കിന് ഫാൻ ബേസ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പേയ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേ ബി അതായിരിക്കാം. എന്തായാലും പേളിമാനിക്ക് ഇതേപോലത്തെ ഒരു അനുഭവം കിട്ടിയ സ്ഥിതിക്ക് വേറെ സെലിബ്രിറ്റീസ് ആരും എഗെയിൻസ്റ്റ് ആയിട്ട് മീൻസ് ഈ പ്രൊട്ടസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. പേളിമാനിനെ കുറിച്ച് അടുത്തൊരു വിവാദം വന്നൊരു കേസ്. മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് പേളി മാണി വിളിച്ച സംഭവത്തിൽ മറുപടിയുമായി സിബി മലയിലിന്റെ മകൻ ജോ സിബി മലയിൽ. പേളി മാണിയുടേതായി ഡിപ്ലോമസി നിറഞ്ഞ പോസ്റ്റാണ് എന്നും എന്റെ അച്ഛൻ പരാജയപ്പെട്ട ഒരു സിനിമാക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ചാലും നട്ടലില്ലാത്ത മകനെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്നും പേളിക്ക് മറുപടി നൽകി. നിങ്ങളുടെ അച്ഛൻ ഒരു ഭീരുവിനെയാണ് വളർത്തിയതെന്നും പേർലിയെ ആക്ഷേപിച്ചായിരുന്നു ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചത്. വിവാദങ്ങൾക്ക് പിന്നാലെ പേളി മാണി പോസ്റ്റ് നീക്കം ചെയ്തു. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരി, പോസ്റ്റ് നീക്കം ചെയ്തു, വല്ല ആവശ്യമുണ്ടോ? അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നിലപാടില്ല. ഒരു കാര്യം ഇപ്പോൾ സിബി മലയിലിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടക്കട്ടെ, കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചില്ല. അതപ്പോ തന്നെ വിവാദം ഉണ്ടായി, ഉടനെ അത് ഡിലീറ്റ് ആക്കി. അതാണ് പ്രശ്നം. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്നറിയോ? ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ ഷെയറും ചെയ്യുന്നുണ്ട്. അവിടെ തെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞാൽ സിബി മലയിൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അത്ര മോശപ്പെട്ട ആളാണെന്നോ അല്ലെങ്കിൽ ഫെയിൽ ആയിപ്പോയ ഒരാളാണെന്നോ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലാക്കി തന്ന ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ സിബി മലയിൽ എന്ന് പറയുന്ന ആള് 3 നാഷണൽ അവാർഡ്, 5 കേരള സ്റ്റേറ്റ് അവാർഡ്, അതേപോലെ 2 ഫിലിം ഫെയർ അവാർഡും കൂടി മേടിച്ചിട്ടുള്ള ആളാണ്. ആ ആളുടെ ഒത്തിരി സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ബ്രദറിന്റെ വൈഫ് ഫെമിന മെഹർ, പുള്ളിക്കാരി എന്നോട് ഒരു പ്രാവശ്യം കിരീട മൂവി ഞങ്ങളുടെ വീട്ടിൽ TV പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ പടം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനാട്ടോ ചെന്ന് ചോദിച്ചു. അല്ല എന്നോട് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, പഴയ പടമൊക്കെയാണോ വെച്ചുകൊണ്ടിരിക്കുന്നത്, പുതിയ ഏതെങ്കിലും പടം വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഈ പടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് ഏത് പടമാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് കിരീടമുണ്ട്, നീ പഴയ പടങ്ങൾ ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 10ാം ക്ലാസ് വരെ കാർട്ടൂൺ കണ്ട് വളർന്ന ഞാൻ ഏത് പടം കാണാനാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, കുറവാണ് എന്ന് പറഞ്ഞു. വളരെ ചുരുക്കം പടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, ആകാശദൂത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടില്ല. കിരീടം കണ്ടിട്ടുണ്ടോ? വാത്സല്യം കണ്ടിട്ടുണ്ടോ? അതൊന്നും സിബി മലയിലെ അല്ല. പക്ഷെ എൻ്റെ അടുത്ത് പഴയ പടങ്ങളിൽ നല്ല പടങ്ങൾ 3-4 പടങ്ങൾ ചോദിച്ചതിൽ സിബി മലയിലെ
പടങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇല്ലാന്നാ എനിക്ക് പറയാനുള്ള മറുപടി ഉണ്ടായിരുന്നേ. 10ാം ക്ലാസ് വരെ കാർട്ടൂൺ കണ്ട് വളർന്ന ഞാൻ ഏത് സമയത്ത് കാണാൻ ഇതൊക്കെ. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു പകച്ചു പോകാനൊന്നും ഇല്ല, പണ്ടേ നിന്റെ ബാല്യം പകച്ചു പോയി കഴിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം യൂട്യൂബിൽ കയറി കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പഴയ പടങ്ങളൊക്കെ കാണാൻ ശ്രമിച്ചു. കുറച്ച് പടങ്ങളൊക്കെ കണ്ടു തീർത്തു. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു ഒരു കാര്യമില്ലാതെ 5ാം ക്ലാസ് ഒക്കെ വരെ നമ്മൾ ഈ കാർട്ടൂൺ കണ്ടിരിക്കുന്നത് ഓക്കെ ഇറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞ് നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ കാർട്ടൂൺ കണ്ടിരുന്ന് വെറുതെ സമയം കളഞ്ഞല്ലോ, ഇത്തരം നല്ല പടങ്ങളൊക്കെ കാണാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കിരീടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് അടിപൊളി പടം. അല്ലെങ്കിൽ ഇപ്പൊ പുതിയ പടങ്ങൾ, മീൻസ് പുതിയ പടങ്ങളല്ല, അത് കഴിഞ്ഞ് വന്ന പടങ്ങൾ, ഉസ്താദ്, സമ്മറിൻ ബദലയും, ഇതൊക്കെ എന്താ അടിപൊളി പടമാ. അപ്പൊ ഇത്രയും പടങ്ങളൊക്കെ ഡിറക്ഷൻ നടത്തിയിരിക്കുന്ന ആള് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾക്ക് ശരിക്കും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആയി പോയത് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ എല്ലാവരും ചവറ് കണക്കിന് ബാക്കി എല്ലാ പോസ്റ്റിനും എടുത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മീൻസ് അവിടെ കൊടുക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മൊത്തം ബാക്കി എല്ലായിടത്തും തീർത്തിട്ടുണ്ട്. എന്തായാലും കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവ് കമന്റ് ഒക്കെ ഡിലീറ്റ് ആക്കി ഇപ്പൊ കമന്റ് ബോക്സിൽ മൊത്തം നെഗറ്റീവ് കമന്റ്സാ, പോസിറ്റീവ് കമന്റ് ഒന്നുമില്ല എന്ന് തന്നെ വേണേൽ പറയാം. പഴയതൊക്കെ കിടപ്പുണ്ടാവും, പുതിയതൊന്നുമില്ല. സിംഹിണിയല്ല സംഗിണിന്ന് എന്തൊക്കെയാണ് എവിടെ നിന്ന് പടച്ചു വിടുന്നിടേ ഇതൊക്കെ. അടുത്ത BJP കാൻഡിഡേറ്റ് ആണ്, പൈസ കണ്ടതും കാല് നക്കി, എന്തൊക്കെയാ. വേറെ ഒരു വീഡിയോ കാണിച്ചേരെ. I love criticisms. That's what makes me grow. Do you read what people write below? Yeah, and somebody who likes all the comments. But does someone filter the bad ones or? Actually, there are no bad ones. Oh, Isn't that normal? ഇപ്പൊ സത്യം പറഞ്ഞ ഗുഡ് വൺസ് ഇല്ല എന്ന് വേണേ പറയാം. പുതിയ പോസ്റ്റ് ഇറങ്ങിയോടുകൂടി മൊത്തം ബാഡ് വൺസാ. ആ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ തിരിച്ചു വിളിച്ച മുട്ടേനെയൊക്കെ തിരിച്ചു വിളിച്ച് വേണേ പറഞ്ഞു കൊടുക്കാം ബാഡ് വൺസ് ഉണ്ടായിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. പോലീസിൽ നിന്ന് തല്ല് കിട്ടുന്ന ലാത്തി ചാർജ് കിട്ടുന്ന അറിഞ്ഞിട്ടും ജാനു പോകാൻ തീരുമാനിച്ചു. പിന്നെ എന്താണ് പേടിക്കണം? നമ്മൾ എനിക്ക് കൊടുത്താണെങ്കിൽ ഞാൻ 3 തരും, അത്രേ ഉള്ളൂ. പോലീസ് ആയിക്കോട്ടെ. ഫസ്റ്റ് നിങ്ങൾ മറക്കണ്ട, ട്രാൻസ്ജെൻഡർ ആണ് നമ്മള്. അത് നോർത്ത് ഇന്ത്യയിൽ അത് നല്ല പേടിയുണ്ട്. എന്നെ ആരും തൊട്ടിട്ടില്ല. എനിക്ക് ആ പോലീസ് റിപ്പോർട്ട് മേഡം ഗോ ഹോട്ടൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വൈ ഫോർ വാട്ട്? ടച്ച് മീ ഓൾ ഓവർ ഇന്ത്യ ട്രാൻസ്ജെൻഡർ വിൽ കം. മത് സംജോ മത് കരോ. അത് നമ്മളെ പേടിക്കില്ല മാത്രം. ആ കുട്ടികളെ പാവം കുട്ടികൾ ചെറിയ 16-17 ഇയേഴ്സ് കുട്ടികൾ എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ജാൻമണി ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ സച്ച് പ്യുവർ സോൾ അല്ലേ. അതായത് കളിയാക്കിയവരെ കൊണ്ട് തന്നെ കൈ അടിപ്പിച്ച് കളഞ്ഞു ജാൻമണി ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ചിലവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാനും അതേപോലെ ചിലവരുടെ സ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാനും കിട്ടിയ ഒരു അവസരം തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റ് അല്ലേ. അതിലും ഏറ്റവും വലിയൊരു കോമഡി എന്താ പറയാമോ, അടിക്കാൻ വരുന്ന പോലീസുകാരെ സ്റ്റക്കായി നിൽക്കാനായിട്ട് നാഷണൽ ആന്തം പാടുന്ന കുട്ടികൾ. സ്കൂളിൽ പഠിപ്പിച്ച നാഷണൽ ആന്തം വെറുതെ ആയില്ലെന്ന്. അതിലും വലിയ കോമഡി എന്താ പറയാ, പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ ജെൻസി കുട്ടികളുടെ വേറെ ചില കോമഡികൾ കാണിച്ചു തരാം. ഓടുന്ന് ബാരിക്കെയർ എടുത്തോണ്ട് ഓടുന്ന്, മരത്തിൽ കയറുന്ന്, പോണ വഴിക്ക് സബ്വേ സർഫേസ് കളിക്കുന്ന നോക്കി പറഞ്ഞു. പോലീസിന്റെ തലയിലേക്ക് ചട്ടി. ജെൻസി പിള്ളേരെന്നും ജെൻസി പിള്ളേർ തന്നെയാ. എന്തോന്നട കർഷകര് ആ വഴിയിലൊക്കെ അവിടെ വരെ അവർക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും പുതിയ ജെൻസി പിള്ളേരെല്ലാരും ഒലച്ചു മറച്ച് 10,000 മുതൽ 40,000 രൂപ വരെ സർക്കാരിനെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസർമാർക്ക് പണം വാഗ്ദാനം ചെയ്തോ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വിമർശിച്ചും സർക്കാരിനെ പിന്തുണച്ചും വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എവോറ കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിലുള്ള ഇമെയിൽ വിലാസത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചതായി നിരവധി ചെറിയ ഇൻഫ്ലുവൻസർമാർ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് വിഷ്വൽസും വരെ നൽകാമെന്നും ഒരു റീലിന് 20,000 മുതൽ 40,000 രൂപ വരെ നൽകാമെന്നുമായിരുന്നു അവകാശവാദം. അപ്പോൾ ചോദ്യം ഇതാണ്, ചെറിയ അക്കൗണ്ടുകൾക്ക് ഇത്രയും തുകയാണെങ്കിൽ
ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പ്രമുഖ ഇൻഫ്ലുവൻസർമാർക്ക് എത്ര തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും? ഇതിനിടെയാണ് നടിയും വ്ലോഗറുമായ പെർലി മാണിയുടെ എന്റെ ഇഷ്ടനിറം കാവ്യാണ് എന്ന പോസ്റ്റും പിന്നീട് വന്ന പരിഹാസ രൂപത്തിലുള്ള ഗ്രാമർ തിരുത്തൽ സ്റ്റോറിയും വലിയ രാഷ്ട്രീയ ചർച്ചയായത്. എന്നാൽ പെർലിക്ക് പണം ലഭിച്ചുവെന്നോ ഈ ഇമെയിൽ ക്യാമ്പയിനുമായി ബന്ധമുണ്ടെന്നോ തെളിയിക്കുന്ന സ്ഥിരീകരിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള വലിയൊരു ചോദ്യം ഈ വിവാദമുയർത്തുന്നു. നമ്മുടെ വ്യൂ, നമ്മുടെ ക്ലിക്ക്, നമ്മുടെ സമയം, ഇവയൊക്കെയാണ് സോഷ്യൽ മീഡിയ താരങ്ങളുടെ യഥാർത്ഥ വരുമാനം. അതിനാൽ നിങ്ങൾ പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുന്നവരെ കാണാതിരിക്കാനും അൺഫോളോ ചെയ്യാനും തീരുമാനിക്കുന്നത് വ്യക്തിപരമായ പ്രതിഷേധമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. അതാണ് പിന്നെ ഇതിനകത്ത് വേറെ ചില വീഡിയോസ് കണ്ടായിരുന്നേ. പോലീസുകാരെ പിടിച്ചടിക്കുന്നത് വീഡിയോ എടുത്ത കുട്ടികളുടെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പോലീസുകാർ തന്നെ അത് ഡിലീറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇപ്പം നമ്മൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, പോലീസുകാരുടെ ആക്ടിവിറ്റീസ് നമുക്ക് വീഡിയോ ഫോട്ടോസ് എടുക്കാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കേരള പോലീസ് ആക്ട് സെക്ഷൻ നമ്പർ 33 സബ് സെക്ഷൻ നമ്പർ 2 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ അനീതികളെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അതിനാണ് അവിടെയുള്ള കുട്ടികൾ പട്ടിയെ തല്ലുന്ന പോലെ മൊത്തം ഇരുന്ന് കൊള്ളുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതല്ല പ്രശ്നം, അത് ചോദിച്ച വിദ്യാർത്ഥികളാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് മൊത്തത്തിൽ ഇവിടെ സംസാരം നടക്കുന്നത്. പ്രകാശ് രാജൊക്കെ ശരിക്കും പറഞ്ഞ ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു ഭാഗമായിട്ട് വന്നത് ഭയങ്കര അതിശയമായി പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മളപ്പോ ഇത്രയും നാള് സിനിമകളിൽ കണ്ട ഹീറോസ് ഒന്നുമല്ല ശരിക്കുള്ള ഹീറോസ് അല്ലേ, വില്ലനാണ് അപ്പോൾ ശരിക്കുള്ള ഹീറോസ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് നാളെ ഒരാളെ ഡോക്ടർ ആയി കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിയുമ്പോഴേക്കും ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് പേഷ്യന്റ് ചോദിക്കുക, ഡോക്ടർ എല്ലാം ഓക്കെ അല്ലേ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയുക, എനിക്ക് അനാട്ടമി കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ചോദ്യപേപ്പർ നേരത്തെ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു പേഷ്യന്റിന്റെ അവസ്ഥ അല്ലെ? അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചു കാലം മുന്നേ വരെ ഒരു കത്രിക വയറിന്റെ ഉള്ളിൽ വെച്ച് തയ്ച്ച ഒരു കേസ്, പുള്ളിക്കാരിയും ഡോക്ടറാ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം പാരലലി പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് പാസ്സാവുന്ന ഒരു എക്സാമാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയാണ്. അതിന്റെ സെക്യൂരിറ്റി ആണെങ്കിലോ അതിനുപരി കഠിനമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി. ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ശരിയല്ല എന്ന് പറയുന്നത്. അതായത് ആ ഒരു എക്സാം ആണ് പൈസ കൊടുത്ത് മറ്റുള്ളവർ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതായത് പണക്കാരുടെ കുട്ടികൾ മാത്രം പാസ്സായാൽ മതിയോ? പാവപ്പെട്ട കുട്ടികളൊന്നും പാസ്സാവണ്ടേ ഈ ഒരു എക്സാമിന്? ഇതേപോലെ പാസ്സാവുന്ന ആൾക്കാരായിരിക്കും ഇതേപോലെ കത്രിയെല്ലാം ഉള്ളി വെച്ച് തയ്ക്കുന്ന അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ശരിക്കും വേണ്ടത് കരുണയൊന്നുമല്ല, അവർക്ക് വേണ്ടത് നീതിയാണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്ന ഒരു അവസരം അവർക്ക് വേണ്ടത്. അതിന് പാസ്സാവാനായിട്ട് ഷോർട്ട് കട്ടൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ ഈക്വലി കൊടുക്കുന്നൊരു അവസരം അതേ ആവശ്യമുള്ളൂ. ആർക്കാണോ അതിന് യോഗ്യത ഉള്ളവർ അവർ പാസ്സായി പോകട്ടെ. ആ പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ ടിയർ ഗ്യാസ് എറിഞ്ഞ കേസൊക്കെ നോക്കിയില്ലേ? ഇപ്പൊ വേൾഡ് വൈഡ് അത് ബാൻ ചെയ്തൊരു കേസാണ്. വാറിൽ പോലും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ആ ഒരു ടിയർ ഗ്യാസ് ആണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് അവര് സ്റ്റുഡൻസിന് നേരെ വീശി എറിഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായാലും ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, ജെൻസി കുട്ടികൾക്ക് ഭരണകൂടം വിറപ്പിക്കാൻ അറിയാം. കൊഞ്ചിക്കൊഴിഞ്ഞ സംസാരിക്കുന്ന പേളി മാനിയേക്കാളും എന്തുകൊണ്ടും മനുഷ്യത്വവും നിലപാടും അഹങ്കാരിയായ രഞ്ജിനി ഹരിദാസിനും ഉണ്ട്. അതേപോലെ തന്നെ പ്രകാശ് രാജിന് വില്ലൻ വേഷത്തെക്കാൾ കൂടുതൽ ചേരുന്നത് ഹീറോ വേഷം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഈ പ്രൊട്ടസ്റ്റിന് ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് ആ വില്ലൻ തന്നെയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അതിൽ സൈൻ ദ പെറ്റീഷൻ ടു സപ്പോർട്ട് സൈൻ ദ പെറ്റീഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ താഴെ ഓപ്പൺ പെറ്റീഷൻ എടുക്കുക. അതിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് നമ്പർ, മെയിൽ ഐ ഡി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ഇതെല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ആവാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. അല്ലെങ്കിൽ ഏകദേശം ഒരു രാത്രി സമയങ്ങൾ നോക്കുവാണെങ്കിൽ, മീൻസ് ഒരു 10 o'clock കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ അത് ഓപ്പൺ ആയി വരാറുണ്ട്. അത് ചെയ്യാം. ഫുഡ് നമ്മൾക്ക് അവിടെ എത്തിക്കാമെന്ന് പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കറന്റ് നമ്മൾ നോക്കുമ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗിയിലെ ഫുഡ് ഡെലിവറി ഡൽഹിയിലേക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇനി സ്വിഗ്ഗി, സൊമാറ്റോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് നാൾ അവരും ആ ഒരു മീൻസ് അവരൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളത് യൂസ് ചെയ്യാതിരിക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഷോപ്പിലേക്ക് നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞാൽ എത്തിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഡോർ ഡെലിവറി, ഹോട്ടലിൽ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു മേടിച്ചെടുത്ത് കഴിക്കുക. അതാണ് വേണ്ടത്. കാരണം ഇവര് സ്റ്റുഡൻസിന് എതിരായിട്ട് നിൽക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയല്ലേ?
മുംബൈയിൽ വേറെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ മുംബൈയിൽ നിന്നും പുറത്തു വരുന്നത് CJP സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ, പ്രതിഷേധമുയർത്തുന്നതിൽ വിദ്യാർത്ഥികളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ദേവേന്ദ്ര ഫഡ്നവിസ് ഭരിക്കുന്ന BJP സർക്കാർ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ പോലീസിന്റെ ചെറിയ നമ്പറാണ് നമ്മളിപ്പോൾ കണ്ടത്. 50 ഗ്രാം മയക്കുമരുന്ന് പോക്കറ്റിൽ വെച്ച് ഈ ഡ്രഗ് കേസിൽ പ്രതിയാക്കും എന്നാണ് ഇപ്പോൾ ഈ കുട്ടികളെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. 10, 40, 50 കൊല്ലം മുമ്പേ പോലീസ് ഇറക്കുന്ന നമ്പറാണ്. അതാണ് ഈ പുതിയ ജെൻസി പിള്ളേരുടെ മുൻപേയും പ്രയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പിള്ളേര് തൂക്കി എന്ന് വേണം പറയാൻ, കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ പോലീസിന്റെയും ഈ ഭരണകൂടത്തിന്റെയൊക്കെ രീതി. നിങ്ങൾ പ്രതിഷേധിച്ചാൽ, നിങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തിയാൽ, നിങ്ങൾ പ്രതിഷേധങ്ങളിൽ ഭാഗമായാൽ, നിങ്ങൾ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അത് വില പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ തങ്ങൾ നേരിട്ട അനുഭവം ഈ ദൃശ്യങ്ങളോട് വ്യക്തമാക്കുമ്പോൾ മറന്നീങ്ങും. അവൻ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടോ? പേടിച്ച പോലെയൊക്കെ അഭിനയിക്കുന്നതാണോ? വീഡിയോ എടുക്കുന്നുമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അവൻ പേടിച്ചതുപോലെ കാണിക്കുന്നുമുണ്ട്. എത്രയോ വർഷം, എത്രയോ പടത്തിൽ കണ്ടിട്ടുള്ള സീനാണ്. അതൊക്കെ ഇനി എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. വിദ്യാർത്ഥി സമരത്തിന്റെ പ്രതീകമായ ചിത്രം അനുകരിക്കാൻ ശ്രമിച്ച നവ്യ നായർ പുലുവാല് പിടിച്ചിരിക്കുകയാണ്. സമരത്തെ അനുകൂലിച്ച് മുംബൈയിൽ നടന്ന പ്രതിഷേധത്തിനിടെ സമരക്കാരെയും കൊണ്ടുപോകുന്ന പോലീസ് വാൻ തടഞ്ഞ യുവതിയുടെ ചിത്രം കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു. ഒറ്റയ്ക്ക് പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് കയറി നിന്ന യുവതി വിദ്യാർത്ഥി സമരത്തിന്റെ തന്നെ ഐക്കണായി മാറുകയായിരുന്നു. ഈ ചിത്രത്തിലേതുപോലെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചിത്രം പങ്കുവച്ചാണ് നവ്യ നായർ എയറിലേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നവ്യ ചിത്രം പങ്കുവച്ചത്. പോലീസ് വാഹനത്തിന്റെ മുമ്പിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ ചിത്രമാണ് നവ്യ പങ്കുവച്ചത്. കൊൽക്കത്തയിൽ നിന്നുമാണ് നവ്യ ചിത്രം പകർത്തിയത്. ചിത്രം പങ്കുവച്ചതും സോഷ്യൽ മീഡിയ താരത്തെ വിമർശിച്ചെത്തി. വിമർശനം വന്നതോടെ നവ്യ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം തന്നെ നവ്യയുടെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയ ആകെ വൈറലാവുകയാണ്. താരത്തിന്റെ കമന്റ് ബോക്സിലെത്തിയും നിരവധി പേരാണ് പ്രതികരിക്കുന്നത്. നവ്യ ചേച്ചി, ഈ പോസ്റ്റ് ഒന്നുകൂടി ഇടാമോ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇട്ട പോസ്റ്റ് ധ്യാനെങ്ങാനും കണ്ടിരുന്നതിൽ കുറച്ചുനാൾ എയറിലാകും, മുക്കിയത് നന്നായി എന്നിങ്ങനെ പോകുകയാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ. അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു വാർത്ത വല്ല കാര്യമുണ്ടോ? നവ്യ നായർ ഒരു കുഴപ്പമില്ലാതെ ആ ഒരു പോസ്റ്റ് ഇട്ടു. ഉടനെ തന്നെ, അതായത് അതാ പറഞ്ഞത്, ചിലവർക്ക് ഇതേപോലെ ഇടണം എന്നുണ്ട്, മനസ്സുകൊണ്ട് അവർക്കത് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ആരൊക്കെയോ അവരെ തടയുന്നു, ആരൊക്കെയോ അവരെ ബുദ്ധിമുട്ടിക്കുന്നു, അതിന്റെ പേരിൽ അത് ഡിലീറ്റ് ആക്കുന്നു. എന്താ അവസ്ഥ? മറ്റുള്ളവർ പറയുന്ന പോലെ മറ്റുള്ളവരെ റൂട്ട് മാപ്പിലൂടെ നടക്കേണ്ട അവസ്ഥയാ അല്ലേ? ആറാട്ടണ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായ പേളിമാനിക്ക് എങ്ങനെയാ ഈ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഇത്ര വിവരം ഉണ്ടാകുന്നത്? 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സാണല്ലോ എന്നുള്ള രീതിയിൽ. അത്യാവശ്യം പഠിപ്പുള്ള ആളായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയാനുള്ളൊരു പ്രചോദനം കിട്ടിയത്. ഡൽഹി പോലീസിന്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാവേ. ഇത് കാണുന്നുണ്ടോ? എന്ത് സാധനം വെച്ച സ്റ്റുഡൻസ് മാത്രമല്ല ഉള്ളത്, അത്യാവശ്യം ഇപ്പോൾ എല്ലാ പ്രായക്കാരും ഉണ്ട് അവിടെ. ആ പ്രൊട്ടസ്റ്റിന് പോയിരിക്കുന്നവര്, ഈ എന്താ പറയുക, ഈ സ്മോക്ക് എറിഞ്ഞിരിക്കുന്നവര്, ഇവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ട്. ഈ വടി കാണുന്നുണ്ടോ? ഫുള്ള് നെയിൽസ് ഫുള്ള് അറ്റാച്ച് ചെയ്തിട്ടുള്ള വടി വെച്ചിട്ട് ഇവരടിക്കുന്നത്. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഇത്രയും ആണി തറച്ചാൽ ആത്തി വെച്ച് അടി കൊണ്ടിട്ടെ. ഇതിനെ തുടർന്ന് ഈ ഒരു വീഡിയോ കാണാൻ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ടല്ലോ. ഇതിനെ തുടർന്ന് വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കുന്നത്? ഈ റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് ഒരു പൊസിഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രായം വെച്ചിട്ടോ കൊടുക്കേണ്ടതെന്നല്ല, അത് അർഹിക്കുന്നവർക്കാ കൊടുക്കേണ്ടത്. ഈ വീഡിയോ ഒക്കെ നോക്കിക്കേ. തലയിൽ ചട്ടി ഒന്ന് വീഴ്ച കണ്ടോ? എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നേ. വേറെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. ആരാണെന്ന് പോലും അറിയില്ല. പ്രൊട്ടസ്റ്റിന്റെ വലിയൊരു ഭാഗമായിട്ട് 2 പേര് വന്നിട്ടുണ്ടേ. ഇവരൊക്കെ ആരാ?
നിയമം കറക്റ്റായിട്ട് പാലിക്കേണ്ടവർ തന്നെ നിയമം തെറ്റിക്കുക. അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് ഇതിനെതിരേക്ക് ഇനി എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഇന്ത്യ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇതിൽ പലർക്കും ബാഡ്ജ് ഇല്ല, യൂണിഫോം ഇല്ല. ഇപ്പൊ യൂണിഫോം ഇട്ടവർക്ക് പോലും ബാഡ്ജ് ഇല്ല. ആരാ ഇവരൊക്കെയെന്ന് പോലും അറിയില്ല. ഡൽഹി പോലീസ്, ഇതിൽ എത്ര പേര് ഡൽഹി പോലീസ് ഉണ്ടെന്നറിയില്ല. എനിവേ, വി സ്റ്റാൻഡ് ടുഗെദർ. എന്നാ പിന്നെ അങ്ങോട്ട്